യരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ഭദ്രദീപ പ്രോജ്വലനവും നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പ്രഖ്യാപനവും ഭദ്രദീപ പ്രോജ്വലനവും നിർവഹിച്ചു. യരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ഭദ്രദീപ പ്രോജ്വലനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു. ഇപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ശാന്തിയെക്കുറിച്ചതിന്റെ വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല, അറിയാമല്ലോ. 4 ക്ഷേത്രക്കാർ ഒരുമിച്ച് പിരിയുകയായിരുന്നു. അവസാനം ദേവസ്വം ബോർഡ് നമ്മുടെ വിവേചനാധികാരി ഉപയോഗിച്ച് ഓർഡർ കൊടുത്താണ് വരുത്തിയത്. അതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഒരു വാച്ചർ വേണം ഉറപ്പായി. ഇപ്പോഴത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അടിയന്തരമായ ഒരു വാച്ചറെ നൽകും. പിന്നെ നമ്മുടെ വേദാന്ത പാഠശാല ഇല്ലേ, അതിനൊരു പെർമിഷൻ എനിക്ക് അതിശയം തോന്നുക. ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ വലിയ സന്തോഷത്തോടെ അവർക്ക് സാങ്ഷൻ കൊടുക്കും. മുന്നിൽ പേപ്പർ വരാത്തത് കൊണ്ടാണ്. വന്നാൽ അപ്പം സാങ്ഷൻ കൊടുക്കും. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള വേദാന്ത പാഠശാലകൾ ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും അടക്കം അറിയാതെ പോകുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഒരു അധപ്പതനം ആ മേഖലയിൽ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, എല്ലാ മതങ്ങളുടെയും ശരിയായ സാരാംശം മനുഷ്യൻ മനസ്സിലാക്കിയാൽ ഇവിടെ വർഗീയ ലഹളകളില്ല, കലാപങ്ങളില്ല, കലഹങ്ങളില്ല ഇല്ലേ. അപ്പോൾ എല്ലാ മതവും പല മതസാരവും ഏകമാണ്, ഒന്നാണ് എന്ന് തിരിച്ചറിവ് ഈ പഠനത്തിലൂടെ ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഒരു പെർമിഷന് വേണ്ടിയുള്ള കത്ത് കിട്ടിയാൽ തൊട്ടടുത്ത് കൊണ്ട് ദേവസ്വം ബോർഡ് യോഗത്തിൽ അംഗീകാരം കൊടുത്തിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ കൈയടിക്കാത്ത കാര്യമാണ്. കാരണം എനിക്ക് പെട്ടെന്ന് കയറി അങ്ങോട്ട് പറയാൻ വയ്യ. ഞാനിപ്പോൾ പിന്നെ PM-ഓട് പറയാം, പിന്നെ അവരെ കാണത്തില്ലല്ലോ, പലപ്പോഴും 1-2 പ്രാവശ്യമല്ലേ പോകത്തുള്ളൂ. പക്ഷെ എനിക്ക് എരിവ നിന്നുകൊണ്ട് ചീവേലി പാതയെ ബന്ധപ്പെട്ട പന്തൽ അല്ലേ, നടപ്പന്തൽ അല്ലേ ഉദ്ദേശിക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപ വരും. അപ്പം നിങ്ങൾ കൈയടിക്കത്തില്ലെന്നും എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാം, ഒരു ചെറിയ സഹായം, ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സഹായം നൽകാം. ഭക്തജനങ്ങളും കൂടി പരിശ്രമിച്ച് അത് യാഥാർത്ഥ്യമാക്കണം. ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ബിജു KK അധ്യക്ഷത വഹിച്ചു. ബന്ധപ്പെട്ട ഭക്തജനങ്ങളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും അനുഭവിച്ച മാനസികമായ വ്യഥ ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവും നമ്മളുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച ആ ഉത്തരവ് വളരെ അധിക രീതിയിൽ ബാധിക്കുന്ന ഒരു ഉത്തരവായിരുന്നു. നമ്മളുടെ ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് കാണുവാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അതിന് വിഘാതമായി കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഫോറസ്റ്റ് എല്ലാ സബ് ഗ്രൂപ്പ് ഓഫീസർമാരെയും വിളിച്ചുകൊണ്ട് ഇത്തവണ ആന എഴുന്നള്ളത്തിനുള്ള നിയന്ത്രണങ്ങൾ വളരെ കൃത്യമായി അവരെ അറിയിക്കുകയുണ്ടായി. ഈ മാസം 12-ാം തീയതിയാണ് ഇത് സബ് ഗ്രൂപ്പ് ഓഫീസർമാരെ അറിയിച്ചത്. നമ്മളുടെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അന്ന് തന്നെ ഉപദേശ സമിതി അംഗങ്ങളെ ഈ ഒരു വിവരം അറിയിക്കുകയും ചെയ്തു. ഇത്തവണ ആന എഴുന്നള്ളത്ത് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആന എഴുന്നള്ളത്ത് അസാധ്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. 12-ാം തീയതിയാണ് അത് അറിയിച്ചത്. 14-ാം തീയതി വൈകുന്നേരം ക്ഷേത്ര ഉപദേശ സമിതി അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി. സെക്രട്ടറി PB സുനിൽ സ്വാഗതം പറഞ്ഞു. ഞാൻ എൻ്റെ കർമ്മയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ബോർഡ് മെമ്പറുടെ മുൻവശം ഒരു 3-4 കാര്യങ്ങൾ നമ്മുടേതായ ഭക്തജനങ്ങളുടേതായ അഭിപ്രായം അറിയിക്കുവാനുണ്ട്. നിരന്തരമായി ഉപദേശ സമിതി അങ്ങേക്കും ദേവസ്വം ബോർഡിനും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു വാച്ചറെ അനുവദിക്കണം എന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്മേൽ ഒരു അനുകൂലമായ തീരുമാനം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ 30ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം ഒരു ആധ്യാത്മിക ക്ലാസ്, ഒരു പഠന കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ദേവസ്വം ബോർഡിൻ്റെ ഗ്രാൻഡ് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുമതി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം, ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ സഹായമുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ ഈ മഹാക്ഷേത്രത്തിലേക്ക് ഒരു ശിവേലി പന്തൽ കൂടി വേണമെന്ന് ഞങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അതും കൂടി അദ്ദേഹത്തിൽ നിന്നും ഒരു ഉറപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു.
സപ്താഹയജ്ഞം 26 വരെയാണ് നടക്കുക. ഉപദേശ സമിതി വൈസ് പ്രസിഡന്റ് KV പ്രമോദ് കുമാർ, കരക്കമ്മിറ്റി ഭാരവാഹികളായ വിജയകുമാർ, പ്രദീപ് അച്ചൂസ്, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ KS ഗോപാലകൃഷ്ണൻ, PB സുജിൽ, S മോഹനൻപിള്ള, CG രാജേഷ്, S ശ്രീജിത്ത്, ഉപദേശ സമിതി അംഗങ്ങളായ M വിജയകുമാർ, MV തമ്പി, D ഗോപിനാഥ്, A പ്രസന്നകുമാർ, വേലിയിൽ ശ്രീകുമാർ, R രാജീവ്, N രവീന്ദ്രൻപിള്ള, N സുരേഷ് കുമാർ, മഞ്ജു സുരേഷ്, J ജയസേനൻ എന്നിവർ പങ്കെടുത്തു. നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞത്തിന്റെ 3-ാം ദിവസമായ ഞായറാഴ്ച ഗുരുവായൂർ കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം ഉണ്ടാകും. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും 3 നേരം അന്നദാനം, കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്, ശാസ്താംപാട്ട്, സോപാന സംഗീതം, പുരാണ പ്രശ്നോത്തരി, സർവൈശ്വര്യ പൂജ, വിദ്യാഗോപാലാർച്ചന, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടക്കും. CD ന്യൂസ്, കായംകുളം.